ഉത്തരപേപ്പർ നഷ്ടമായതിനെ തുടർന്ന് വീണ്ടും നടത്തിയ കേരള സർവകലാശാല 3ാം സെമസ്റ്റർ MBA പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. പരീക്ഷ നടന്ന 2ാം ദിവസമാണ് ഫലം പ്രഖ്യാപിക്കുന്നത്. പുനഃപരീക്ഷ എഴുതിയ 65 പേരും പാസ്സായിട്ടുണ്ട്. കേരള സർവകലാശാല വെബ്സൈറ്റിലൂടെ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. സുനിഷ എല്ലൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺ, കേരള സർവകലാശാലയുടെ 3ാം സെമസ്റ്റർ MBA പരീക്ഷയുടെ ഉത്തരഫലം അത് കാണാതായതിന് പിന്നാലെയായിരുന്നു വീണ്ടും ഒരു പുനഃപരീക്ഷ നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം നടത്തി 2 ദിവസം പിന്നിടുമ്പോൾ തന്നെ നിലവിൽ സർവകലാശാല റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ 3 ദിവസത്തിനുള്ളിൽ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിലും ഒരു ദിവസം നേരത്തെ ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ കരഞ്ഞു വരുമ്പോൾ ഈ പുനഃപരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ 65 പേരാണ് എഴുതിയത്. ആ 65 പേരും എഴുതിയ ആ പേപ്പറിൽ എല്ലാവരും പാസ്സായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സർവകലാശാല മുഴുവനായി നോക്കുകയാണെങ്കിൽ 721 പേർ പരീക്ഷ എഴുതിയതിൽ 625 പേരും പാസ്സായിട്ടുണ്ട് എന്നതുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു പരീക്ഷാ കൺട്രോളറും ഒപ്പം തന്നെ രജിസ്ട്രാറും ഉൾപ്പെടുന്ന സമിതി ഈ അന്വേഷണ റിപ്പോർട്ട് VC-ക്ക് കൈമാറിയിരുന്നത്. ഈ റിപ്പോർട്ടിൽ കൃത്യമായി അധ്യാപകന്റെ വീഴ്ച പറയുന്നുണ്ട്. അധ്യാപകനെതിരെ എടുക്കേണ്ട നടപടികളടക്കം പറയുകയും ചെയ്തിരുന്നു. ഏതായാലും അധ്യാപകരെ നിലവിൽ കോളേജിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ അന്വേഷണം നടക്കുകയാണ്. പോലീസിന്റെ അന്വേഷണം സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഒക്കെ ഭാഗമായി ആ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും തുടർ നടപടി എന്നുള്ളതാണ്. ഒപ്പം തന്നെ അധ്യാപകർക്ക് ഒരു എൻറോൾമെന്റ് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ഇത്തരത്തിൽ അതായത് കൃത്യമായി പരീക്ഷ എഴുതുന്നവർക്ക് പരീക്ഷാ പേപ്പർ മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകർക്ക് ഒരു എൻറോൾമെന്റ് നമ്പർ നൽകുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നതാണ്. ഇതിനിടയിലും ഒരു ചെറിയ സംശയം കുട്ടികൾക്ക് വരാൻ പോകുന്നത് 22-ന് ഒരിക്കൽ കൂടി പരീക്ഷ എഴുതാനുണ്ട്. അതായത് 6ഓളം വിദ്യാർത്ഥികളായിരുന്നു ഈ പുനഃപരീക്ഷയിൽ ഇനി പരീക്ഷ എഴുതാനുള്ളത്. അതിൽ 2 പേർ ഇപ്പോഴും വിദേശത്താണ്, അവർക്ക് വരാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി പറഞ്ഞിരുന്നു. ഇനി ഏതായാലും 22-ന്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവരുടെ ഈ പേപ്പറിന്റെ അതായത് അന്ന് എഴുതിയ പരീക്ഷാ പേപ്പറിന്റെ ഫലം അത് 2 ദിവസത്തിനകം തന്നെ 3 ദിവസത്തിനകം തന്നെ പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് സർവകലാശാല പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വിദ്യാർത്ഥികൾ വേണമെന്ന് വെച്ചാൽ ഇത് 65 പേരെ ഉള്ളൂ എങ്കിൽ പോലും വേണമെന്ന് വെച്ചാൽ സർവകലാശാലയ്ക്ക് 2 ദിവസം കൊണ്ടും 3 ദിവസം കൊണ്ടും ഒക്കെ ഫലം പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ളതാണല്ലേ? ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 65 വിദ്യാർത്ഥികളുടെയും ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 65 വിദ്യാർത്ഥികളിൽ ഇനി 71 വിദ്യാർത്ഥികളിൽ 6 പേർ കൂടിയാണ് പരീക്ഷ എഴുതാനുള്ളത്. 6 പേർ ഇന്ന് 2 ദിവസം മുമ്പ് പരീക്ഷ എഴുതിയില്ല. 2 ദിവസം കൊണ്ടാണ് സർവകലാശാല ഫലപ്രഖ്യാപനം നടത്തി ഞെട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും എന്നുള്ളതാണ്. പലപ്പോഴും മാസങ്ങളെടുത്താണ് കേരള സർവകലാശാലയാണെങ്കിലും മറ്റ് സർവകലാശാലകളും ഫലം പ്രഖ്യാപിക്കുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ ഫലം പ്രഖ്യാപിച്ച് ഞെട്ടിക്കാനും നമുക്ക് പറ്റും എന്നുള്ളതാണ്. ഇത് മറ്റെല്ലാ പരീക്ഷകൾക്കും ബാധകമാക്കിയാൽ എത്ര നന്നായിരുന്നു എന്നുള്ളത് ഒന്ന് ആലോചിക്കും.